എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സൗകര്യപ്പെടുകയാണ് ചെയ്യുക. എന്നോട് സ്നേഹമുള്ളവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതെനിക്ക് വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങളതിന് ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ഹെൽത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇന്നലെ നമ്മൾ ബ്യൂട്ടീനെ പറ്റി പറഞ്ഞു. ഇന്ന് നമ്മൾ മാനസികമായ ആരോഗ്യത്തിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ ആയാലും പിന്നെ നമ്മുടെ സൗന്ദര്യത്തിനായാലും എല്ലാത്തിനെയും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. മാനസിക ആരോഗ്യം നമ്മൾക്ക് ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ തകിട് പൊടി ഭസ്മമായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാനസിക ആരോഗ്യം ഉണ്ടായിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുക. ജാതി മതമൊന്നുമില്ല. നമ്മളിത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നല്ല പ്രവർത്തികൾ ചെയ്യുക. നല്ല പ്രവർത്തികൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആൾക്കാരെ നമ്മൾ കൂട്ടുക. അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ കുറേ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആൾക്കാരെ എണ്ണം കൂടും. അമ്പലത്തിലോ പള്ളിയിലോ എവിടെ വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാൻ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അത് വളരെ നല്ല കാര്യമാണ്. ഒരു ഏകാഗ്രതയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് മനസ്സിന് വളരെ സുഖം കിട്ടും. അതോടൊപ്പം തന്നെ ഈഗോസ് മുഴുവൻ എടുത്ത് കളയുക. മറ്റുള്ളവർ നന്നാവുമ്പോൾ സന്തോഷിക്കുക. മറ്റുള്ളവർക്ക് മോശം വരുമ്പോൾ അത് സങ്കടപ്പെടുക. അതോടൊപ്പം തന്നെ അവരെ സഹായിക്കാൻ പറ്റുന്ന സഹായിക്കുക. ഈഗോസൊക്കെ വിട്ട് കളയുക. ഒരാളുടെ പുരോഗതിയിൽ സന്തോഷിക്കുന്നതുമായിരുന്നു ഒരാളുടെ അധോഗതി വരുമ്പോൾ ദുഃഖിക്കാനും കഴിയണം. അതോടൊപ്പം നമുക്കുള്ള അനുഭവങ്ങളും ഫെസിലിറ്റികളൊക്കെ ധാരാളമാണെന്ന് വിചാരിക്കുക. അല്ലാണ്ട് കമ്പയർ ചെയ്യാൻ പോകണ്ട. അപ്പുറത്ത് ഞാൻ ഒരു സ്കോഡ മേടിച്ചിട്ട് അപ്പുറത്തൊരു ബെൻസ് കാണുമ്പോൾ എനിക്കത് മേടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സ് വിഷമിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ അദ്ദേഹം മേടിച്ചു അല്ലെങ്കിൽ അതിലേക്ക് വന്നു എന്നുള്ളത് ചോദിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അയാളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക എന്നല്ലാണ്ട് അയാളുടെ പുരോഗതിയിൽ നമ്മൾ നമ്മുടെ മനസ്സ് വിഷമിച്ചിട്ട് ഒരു കാര്യം. അപ്പോൾ മാനസിക സന്തോഷം നഷ്ടപ്പെടുള്ളൂ. അഗെയിൻ മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ ദുഃഖിക്കാനും അതുമാതിരി സന്തോഷം കാണുമ്പോൾ സന്തോഷിക്കാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. മരിച്ച വീട്ടിൽ പോകുമ്പോൾ കരയാനും കല്യാണ വീട്ടിൽ പോകുമ്പോൾ സന്തോഷിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. സന്തോഷം കാണുമ്പോൾ സന്തോഷിക്കാനും അത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാനസികമായി നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. അതുമാതിരി നമ്മൾക്ക് മറ്റുള്ള വിഷമങ്ങൾ കാണുമ്പോൾ നമ്മൾ തെരുവിൽ നടക്കുന്ന ആൾക്കാരെക്കുറിച്ചും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നമ്മൾ എത്രയോ ഉയരത്തിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് തോന്നും. അതുതന്നെയാണ് നമ്മുടെ സന്തോഷം. ജീവിതത്തിൽ മാനസിക സുഖം ഉണ്ടായാലേ ബാക്കി എല്ലാ സുഖങ്ങളും നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാനസിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ കൃത്യത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.